ജാസ്മിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അർജുനും സായിയൊക്കെ റാങ്കിങ് ടാസ്കിന്റെ ഇടയിൽ നല്ല പണി കൊടുത്തു. റാങ്കിങ് ടാസ്കിൽ അപ്പൊ ജാസ്മിൻ ആദ്യം പോയി നിന്നിട്ടുണ്ടായിരുന്നത് 5ാമത്തെ പൊസിഷനിലായിരുന്നു. അവിടെ ഋഷിയും ഉണ്ടായിരുന്നു. അപ്പൊ ജാസ്മിനും ഋഷിയും നിന്ന് കഴിഞ്ഞപ്പോ ജാസ്മിന്റെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഒന്നിലേക്കാണ് എയിം ചെയ്യണത്, ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അർജുൻ പറഞ്ഞു, നീ ഇങ്ങനെ 5ൽ നിൽക്കേണ്ട ആളല്ല, അതിലും ഫ്രണ്ടിൽ നിൽക്കേണ്ട ആളായിട്ടാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ അർജുനോട് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ സായും പറഞ്ഞു, നീ എന്താണ് 5ൽ നിൽക്കുന്നത്, 1ലോ 2ലോ 3ലൊക്കെ നിൽക്കണ്ടല്ലേ എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അത് പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്നില്ല, എനിക്ക് എന്റേതായ കുറെ തെറ്റുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ, അതുകൊണ്ടാണ് 5ൽ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞു. ഒരിട്ട് നോക്കുമ്പോൾ ഋഷിയും ജാസ്മിനും വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരൊക്കെ അത് കഴിഞ്ഞിട്ട് ജാസ്മിന് വേണ്ടി കൈ വെക്കില്ല കേട്ടോ. ഇവർ 5ൽ നിൽക്കേണ്ട അല്ല എന്ന് പറഞ്ഞിട്ട് കൈ വെക്കില്ല. കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നീട് വഴക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പൊസിഷന് വേണ്ടിയിട്ടായിട്ട് ജാസ്മിൻ 2ന് വേണ്ടി മത്സരിക്കാൻ നേരത്തെ അവിടെ പോയി നിൽക്കും. ജാസ്മിൻ 2ാമത്തെ പൊസിഷന് വേണ്ടി നിൽക്കും ജിൻഡോയുടെ കൂടെ. എന്നിട്ട് അർജുനൊക്കെ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് കൈ വെക്കും, ജാസ്മിന് വേണ്ടിയിട്ട് സായി അർജുനൊന്നും കൈ വെക്കില്ല. എന്നിട്ട് ജിൻഡോ തന്നെയായി മെജോറിറ്റി വെച്ചിട്ട് 2nd പൊസിഷനിൽ. അപ്പൊ അതുകൊണ്ട് ജാസ്മിൻ വന്നിട്ടിരുന്നിട്ട് പറയുവാണ്, ഈ അർജുനും സായിയൊക്കെ എന്നെ പറ്റിക്കുകയാണ് ചെയ്തത്, ഇവരെന്നോട് പറഞ്ഞു അതിന് മുമ്പ് നിന്നോ നല്ല എന്നൊക്കെ പറഞ്ഞു, ഞാൻ 5ൽ നിന്നപ്പോൾ എന്നിട്ട് ഞാൻ 2ൽ പോയി നിന്നപ്പോൾ ആരും കൈ വെക്കില്ല എന്നൊക്കെ. ജാസ്മിൻ അങ്ങനെയൊക്കെ പറ്റി. എന്നിട്ട് ജാസ്മിൻ 10ാമത്തെ പൊസിഷനിലാണ് നിന്നത്. എന്തായാലും ജാസ്മിൻ ടോപ്പിലേക്ക് വരുന്ന എല്ലാവർക്കും അറിയാം.